എൻ്റെ പേര് മീനാക്ഷി. വീട്ടില് മീനൂട്ടി എന്ന് വിളിക്കും. ഇന്ന് എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുവാട്ടോ. PSC റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് വീണ്ടും പഠിക്കണം എന്നാണ്. നോക്കാം. എൻ്റെ അതേ വൈബിനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൈ കൊടുക്കാം. നേരത്തെ പറഞ്ഞ പെണ്ണ് കാണാൻ ചെല്ലുന്ന ചെറുക്കൻ അത് ഞാനാണ്. എൻ്റെ പേര്, ഒരു മിനിറ്റ്, ഈ വീട്ടിൽ ഒരു സാധനം വെച്ച എൻ്റെ പേര് ഷാജീവൻ. 36-ാം വയസ്സിലും PSC റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്നുള്ളതാണ് എൻ്റെ യോഗ്യത. എനിക്ക് ഈ കല്യാണം എങ്ങനെയും നടത്തിയെടുക്കണം. പിന്നെ എൻ്റെ കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇത് എൻ്റെ ഒരേ ഒരു പെണ്ണ്. ജീവിതത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു സാധനം. ഇതാളിയൻ. രാവിലെ കുളിയും കഴിഞ്ഞ് പൗഡർ ഇട്ട് കഴിഞ്ഞാണ് ആശാൻ പല്ല് വെക്കുന്ന കാര്യം ഓർക്കുന്നത്. ഒരു വാഴ. ഇതെന്റെ ഒരേ ഒരു മരുമോൾ. എനിക്കിട്ട് എങ്ങനെ ഭാരപണിയണം എന്ന് ആലോചിച്ചാണ്. കുടിക്കുന്ന ചായയില് വയറിളക്കുന്ന പൊടി കലക്കി കൊടുക്കാം. അങ്ങനെ എന്തെല്ലാം മാർഗങ്ങൾ. പറയാൻ വിട്ടുപോയി, ഇതെന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഇതാണ് നിന്റെ ഡ്രസ്? എടാ, ഇത് ആർക്ക് പെണ്ണ് കാണാൻ പോവാ? നിനക്കാണോ അതോ എനിക്കാണോ? ആളിയ വെറുതെ ഈ പഠിക്കാതെ. എനിക്കാണ് ഇനിയും പെണ്ണ് കിട്ടും. നീയൊക്കെ ഇപ്പോഴേ ബോർഡർ ലൈനില്ല. നീ പൊടിക്കടങ്ങ്. എല്ലാരും കൂടെ എനിക്കിട്ട് തന്നെ വെച്ചോടാ കേട്ടോ. അമ്മാവൻ വന്നടാ. ദൈവമേ, ദേ അമ്മാവൻ. ഇങ്ങനെയൊക്കെ ആരടി വിളിച്ചു വരുത്തിയത്? കൃത്യസമയത്ത് എത്തിക്കോളൂ. നീ ഒന്നും പുറത്തെ ഡിക്കി ജാമായിട്ടിരിക്കാൻ തോന്നുന്നു. നീ എടുത്ത ശരിയാവില്ല, ഞാൻ എടുക്കാം. മോനെ, നീ അവന്റെ മുഖത്തോട്ട് അച്ഛനും അമ്മ ഇല്ലാതെ വളർന്ന കുഞ്ഞാടാ. അവന്റെ കല്യാണം മുന്നിലിരുന്ന് നടത്തണമെന്ന് എൻ്റെ പെങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്ങനെയും ഒക്കെ ഈ കല്യാണം നടന്നു കിട്ടി മതിയായിരുന്നു. എല്ലാം ഗുരുവായൂരപ്പം നടത്തി തരും. അല്ല, അപ്പൊ ഞാൻ എങ്ങനെ വരും? നീ ഒരു കാര്യം ചെയ്യും, എന്റെ വണ്ടി എടുത്തു. അതിന് സ്റ്റാർട്ടാവൂ? വെള്ളക്കായ വീണ സ്റ്റാർട്ടാകുന്ന വണ്ടിയാ. ഇതുവല്ല നടക്കൂ? നിനക്ക് ന്യൂട്രൽ പൈസ അറിയാവോ? ഇല്ല. എനിക്ക് അറിയത്തില്ല. ആ ലൈമ വന്നപ്പോ പെട്ടെന്ന് ശരിയായിരുന്നു. അവൻ വന്നാ ശരിയാകും. കാര്യം എന്നാ? എനിക്ക് പേടിയാ, അവനതില്ല. അച്ഛാ എന്നാടാ? അമ്മാവനല്ലേ? അമ്മാവൻ. ആളിയൻ. ഇത് പെങ്ങള്, ഇത് പെങ്ങടെ മോള്. നമ്മുടെ പയ്യൻ. നീ ഇപ്പോഴാണോ വരുന്നത്? അത് കൂട്ടുകാരൻ. ഞങ്ങൾ വിചാരിച്ചു നീ നേരത്തെ വന്നു കാണുമായിരിക്കും. നല്ല ഐശ്വര്യമുള്ള പയ്യനാ. ഫിക്സ്. അപ്പൊ ഇതൊക്കെ ഇതും മകന്, അത് എന്റെ ചേട്ടന്റെ മകൻ. ഞാൻ ചൂടാല്ലേ? ഇവിടെ നല്ല കാറ്റാണ്, പക്ഷെ കാറ്റടിച്ചാൽ കറണ്ട് പോകും. ഇവിടെ അടുത്തേ രാജു എന്ന് പറയുന്ന ഒരാളെ അറിയോ? നമ്മുടെ പരിചയക്കാരനാ. BSNL ഒക്കെ റിട്ടയർഡ് ആയ നമ്മുടെ അടുത്തിരുന്ന BSNL അറിയോ? അറിയാം. പരിചയമുണ്ടോ? പിന്നെ പരിചയം ഉണ്ടോന്നാ? പുള്ളിയുടെ മൂത്ത മാടം ഇല്ലാത്തതൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ എല്ലാ ചടങ്ങുകൾക്കും ഞങ്ങൾ കുടുംബമായിട്ട് വരും. ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നതാണ്. ഇപ്പോഴാണ് പുള്ളിക്ക് വയ്യാഴിയൊക്കെ ആയിട്ട് കിടപ്പാ. അതിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകാറുമില്ല. പെണ്ണിനെ ഒന്ന് വിളിച്ചാലോ? ആയിക്കോട്ടെ. നമുക്ക് അപ്പം പഴയ കാലമൊന്നും അല്ലല്ലോ. പെൺകുട്ടികളെ ഇങ്ങനെ നിർത്തുന്നത് തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റാ. മോളിരിക്കും. കറക്റ്റ് കാര്യം. എന്നാ നീ എഴുന്നേറ്റു. അങ്ങോട്ട് മാറി നിൽക്കും. മോളെ വന്നിരി.
എനിക്ക് പെണ്ണിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എടോ, ആദ്യം തന്നെ ഇത് ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എനിക്ക് മനസ്സിലായി, എനിക്ക് വല്ല പ്രേമമുണ്ടോന്നല്ലേ? അയ്യോ, അതൊന്നും അല്ല. കക്കൂസ് എവിടെയാ? അതകത്തുണ്ട്, നമ്മൾ ഇരുന്നതിന്റെ അപ്പുറത്തെ റൂമില്. അകത്തൊന്നും പോകാൻ മേല. ഇനി ഇവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പുറത്ത് എവിടെയെങ്കിലും? പുറത്ത് ആരും അങ്ങനെ പോവാത്തൊരു ബാത്റൂമാ. അത് മതി. ഇവിടെ നല്ല കാറ്റുവാ, നല്ല സീനറിയോ. വാ, നീ ഇവിടെ വന്നിരിക്കുന്നത് പയ്യനെന്തേ? Takita, 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 takita,